ഷിനോജ, NSSും SNDPയുമായി ഒരു ഐക്യത്തിനില്ല എന്ന് വന്നിരിക്കുന്നു. ദിവസങ്ങൾക്ക് മുൻപാണ് ഈ ഐക്യവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടായത്. എത്രയും പെട്ടെന്ന് തന്നെ ആ തീരുമാനം മാറ്റിയിരിക്കുന്നു. എന്താണ് വിശദാംശം? മോദി ആഗോള അയ്യപ്പ സംഗമം നടന്നതിന് പിന്നാലെ തന്നെ NSSും SNDP എടുക്കുന്ന തീരുമാനങ്ങളിലൊക്കെ തന്നെ ഒരു ഏകദേശ സ്വഭാവം, ഒരു സമാനമായ രീതിയിലുള്ള സ്വഭാവം ഉണ്ടായിരുന്നു. അതിന് പിന്നിൽ CPM തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ തന്നെ നടന്നു. പ്രത്യേകിച്ച് മന്ത്രി VN വാസവൻ ഉൾപ്പെടെയുള്ളവർ അത്തരത്തിലുള്ള നീക്കത്തിന് മുന്നിലുണ്ട് എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത്തരത്തിലൊരു NSSും SNDP ഐക്യത്തിന് ആദ്യം വെള്ളാപ്പള്ളി നടേശൻ മുൻകൈ എടുക്കുന്നു. അതിന് ഇരു കൈ നീട്ടി പെരുന്നയിൽ നിന്ന് ജി സുകുമാരൻ നായർ സ്വീകരിക്കുന്നു. അങ്ങനെ ഒരു നേരത്തെയൊക്കെ തന്നെ പലതവണ ഉടക്കി പിരിഞ്ഞു പോയി ഐക്യം വീണ്ടും വരുന്ന തരത്തിലുള്ള തോന്നലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അതിലൊരു ദൂതനായി തുഷാർ വെള്ളാപ്പള്ളി തന്നെ എത്തുന്നു. അതിലാണ് NSS ഇപ്പോൾ ചെറിയ ആദ്യഘട്ടത്തിൽ തന്നെ ഒരു സംശയം ഉന്നയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ NSSന്റെ പ്രതികരണം വെള്ളാപ്പള്ളിയുടെ മകനായി, അതിൽ ഏതെങ്കിലും രാഷ്ട്രീയം നോക്കാതെ വെള്ളാപ്പള്ളിയുടെ മകനായി തുഷാറിനെ ഞങ്ങൾ സ്വീകരിക്കും എന്നാണ് NSS ആദ്യഘട്ടത്തിൽ പറഞ്ഞതെങ്കിൽ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ എത്തിയ ഭൂരിഭാഗം ആളുകളും തുഷാറിന്റെ വരവിൽ സംശയമുണ്ട്, തുഷാറിന്റെ രാഷ്ട്രീയത്തിൽ സംശയമുണ്ട് എന്ന ചില തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ തന്നെ പ്രകടിപ്പിച്ചു. അത് ആദ്യഘട്ടത്തിൽ ചർച്ചയായി ഡയറക്ടർ ബോർഡ് യോഗത്തിൽ. രണ്ടാമത്തേത് അത് വെള്ളാപ്പള്ളി നടേശന്റെ രാഷ്ട്രീയമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന പ്രസ്താവനകൾ, പ്രത്യേകിച്ച് ലീഗ് ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികളോട് വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങളും പരാമർശങ്ങളൊക്കെ തന്നെ ഇന്ന് ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ചർച്ചയായി. പ്രത്യേകിച്ച് NSS ഒരു സമദൂര നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലൊരു വിദ്വേഷ പരാമർശം നടത്തുന്ന ഒരു ഇത്തരത്തിലൊരു വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടുന്ന ടീമുകൾക്ക് ഉൾപ്പെടെ സഹകരിക്കേണ്ട സാഹചര്യം നിലവിലില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് ഇന്ന് ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗം തീരുമാനിച്ചത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഒരു ഐക്യപ്രമേയം, അതായത് ആദ്യഘട്ടത്തിൽ ഈ ഐക്യ നീക്കത്തെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചത് ജി സുകുമാരൻ നായരാണെങ്കിൽ അതേ ജി സുകുമാരൻ നായർ തന്നെ ഇന്ന് പെരുന്നേൽ ചേർന്ന് ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ഇത്തരത്തിൽ ഐക്യം വേണ്ടതില്ല, ഐക്യത്തിൽ നിന്ന് പിന്മാറണം എന്നൊരു പ്രമേയം ജി സുകുമാരൻ നായർ തന്നെ അവതരിപ്പിച്ചിരിക്കുകയാണ്. അന്നേരം ഐക്യം വേണ്ട, പകരം സൗഹാർദ്ദം മാത്രം മതി. മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആത്യന്തികമായി ഏതെങ്കിലും തരത്തിലൊരു ഐക്യം ഉണ്ടാവുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിലത് ഗുണമുണ്ടാവുക കൂടുതൽ, അതായത് NSSനെക്കാളുമായി ബന്ധപ്പെട്ട കൂടുതൽ ഗുണമുണ്ടാകുന്നത് SNDPക്കാണെന്ന തരത്തിലുള്ള ചർച്ചകളും ഇന്ന് ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ഉണ്ടായി. എന്തായാലും മറ്റു ചില രാഷ്ട്രീയങ്ങളൊക്കെ തന്നെ സംശയിക്കുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസ് ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട NSSന് ഇത്തരത്തിലുള്ള ചരടുവലിക്ക് പിന്നിലുണ്ടോ, NSSന്റെ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ നീക്കങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടോ എന്ന തരത്തിലുള്ള സംശയങ്ങളൊക്കെ തന്നെ നമുക്ക് തോന്നുന്നുണ്ട്. കാരണം വളരെ പെട്ടെന്ന്, കാരണം ഇന്നലെ സുകുമാരൻ നായരെ കണ്ടപ്പോൾ പോലും സുകുമാരൻ നായരുടെ പ്രതികരണം എന്ന് പറയുന്നത് അത് ഐക്യനീക്കം വളരെ മുന്നോട്ട് തന്നെ പോകുന്നുണ്ട്, ചർച്ചകൾക്ക് ശേഷം അത്തരമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനം പറയാം എന്നാണ് ഇന്നലെ പെരുന്നൽ വെച്ച് കണ്ടപ്പോൾ പോലും സുകുമാരൻ നായർ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് ഇത്തരത്തിലൊരു തീരുമാനം NSS മാറി ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ കൃത്യമായ രീതിയിൽ ഇടപെടലുകൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും ഒരു ഐക്യനീക്കം അത് ആദ്യഘട്ടത്തിൽ തന്നെ പാളിപ്പോയി എന്ന് പറയേണ്ടി വരും. ശരി ഷിനോജ, NSS SNDP ഐക്യം ആദ്യഘട്ടത്തിൽ തന്നെ പാളിപ്പോയി. വിശദാംശങ്ങൾ നൽകിയത് ഷിനോജ ST ആണ്.